ആ വൃത്തത്തിൽ നിന്നുകൊണ്ട് കൽപ്പിക്കണം. ശരീഅത്ത് പറയേണ്ടത് മുസ്ലിം പണ്ഡിതന്മാരാണ്. അപ്പൊ മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ നമ്മുടെ സംഘടനയുടെ കീഴിൽ എറണാകുളത്ത് ടൗൺ ഹാളിൽ നമ്മൾ സംഘടിപ്പിച്ചു ശരീഅത്ത് പരിപാടി. അതിൽ നമ്മൾ ആരെ ക്ഷണിച്ചു? പണ്ഡിതന്മാരെ ക്ഷണിച്ചു. നമ്മൾ ഒരു വേദനവും കാണിച്ചില്ല. നമ്മൾ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതൻ നജീബ് മൗലവിയെ ക്ഷണിച്ചു. അതുപോലെ തന്നെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരെ ക്ഷണിച്ചു. നമ്മുടെ സഹോദര സംഘടനയായ മറ്റൊരു സംസ്ഥയുടെ പേരിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരെയും ക്ഷണിച്ചു. അത് വെറുതെ ഒരു ഫോൺ ചെയ്തിട്ടൊന്നല്ല, നേരിട്ട് വീട്ടിൽ പോയിട്ട് ആധികാരികമായി ക്ഷണിച്ചു. അൽഹംദുലില്ലാഹ്, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ പങ്കെടുത്തു, സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രതിനിധി പങ്കെടുത്തു. പങ്കെടുത്തവരൊക്കെ പങ്കെടുത്തു, പങ്കെടുക്കാത്തവർ പിന്നെ ആക്ഷേപമൊന്നുമില്ല. അതിന് നമുക്ക് പരിപാടിയില്ല. നമ്മൾ എല്ലാവരും വിളിക്കലാം. ബാങ്ക് കൊടുക്കും, അങ്ങനല്ലേ? അയ്യാല സ്വലാഹ്, നിസ്കാരത്തിന് വരൂ എന്ന് വിളിച്ചു. വലത്തോട്ട് അയ്യാൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ. ഇടത്തോട്ടും തിരിയും വലത്തോട്ടും തിരിയും, വിവേചനമൊന്നുമില്ല. രണ്ട് ഭാഗത്തും തിരിഞ്ഞ് വിളിക്കൽ തന്നെയാണ്. ഇങ്ങനെ വിളിച്ചാൽ എല്ലാവരും വരുമോ? കുറെ ആൾ വരും, കുറെ ആൾ വരൂല. എന്നാ ഒരു നിസ്കാരത്തിന് ബാങ്ക് കൊടുത്തിട്ട് കുറെ ആൾ വന്നില്ല, എന്നാ അടുത്ത നിസ്കാരത്തിന്റെ ബാങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വരാത്തവരൊക്കെ കുറ്റം പറയൂ? അങ്ങനെയുമില്ല. പിറ്റേത്തെ ബാങ്കിൽ വരാത്തോളം കുറ്റം പറയും, ക്ഷണിച്ചിട്ട് വരാത്തോളം കുറ്റം പറയാൻ പാടില്ല. അതെന്തോ കാരണം ഉണ്ടാവും വെച്ചാൽ പോലെ. അത് ഓരോ സംഘടനക്ക് ഓരോ തീരുമാനം ഉണ്ടാവും, വ്യക്തിയൊക്കെ തീരുമാനം ഉണ്ടാവും. വരാത്തതിനെ ആക്ഷേപിക്കുക, അങ്ങനെ ഇസ്ലാമില്ല. അതുകൊണ്ടാണ് ബാങ്ക് ഇങ്ങനെ കൊടുക്കാന്നല്ലാതെ ഏതെങ്കിലും ഒരു ബാങ്കിൽ കേട്ടോ വരാത്തോളം കുറ്റം പറയുന്നത്. വിളിക്കൽ എന്നെ വിളിക്കല്. അങ്ങനെ എല്ലാരെയും വിളിച്ചപ്പോ അന്നു കുറെ ആളുകൾ വന്നു, ചിലർ വന്നില്ല. ഒരാക്ഷേപം നമുക്കില്ല, അത് അവരാ സ്വാതന്ത്ര്യം വന്നില്ല. പക്ഷെ അതിന്റെ വലിയ നമ്മൾ ആക്ഷേപം ഒന്നും പറഞ്ഞില്ല. ആ പരിപാടിയില് അത് കഴിഞ്ഞു. ഒരു ആക്ഷേപം ആരെയും ആക്ഷേപിച്ചിട്ടില്ല. നമുക്ക് പറയേണ്ട ശരീരത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കോഴിക്കോട്ട് കടപ്പുറത്ത് ഒരു പരിപാടി. ആ പരിപാടി എന്ത് പരിപാടിയാണ്? ഈ ബഹുസ്വരത തകർക്കരുത്, ഏക സിവിൽ കോഡിനെതിരെ. അത് നമുക്ക് മാത്രം ബാധിക്കുന്ന വിഷയമല്ല, എല്ലാ മതക്കാർക്കും ബാധിക്കുന്ന വിഷയം. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? അത് ശരീരത്തിന് വിശദീകരണമൊന്നുമല്ല. അപ്പൊ അതിൽ നമ്മൾ സ്വാമിജിനെയും വിളിച്ചു, അതുപോലെ തന്നെ എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചു. ഒരു പാർട്ടിനെയും വിളിക്കാത്തതില്ല, പ്രധാനപ്പെട്ട എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചു, എല്ലാരെയും വിളിച്ചു. വന്നവർ വന്നു, വരാത്തവർ വന്നില്ല. നമുക്ക് ആക്ഷേപമൊന്നുമില്ല, അതാണ് നമ്മളെ വന്നത്. വരാത്തതിന് ആക്ഷേപമില്ല. അങ്ങനെ വന്നവരൊക്കെ വന്നു. അതിൽ കമ്മ്യൂണിസ്റ്റുകാർ വന്നിട്ടുണ്ട്, കടുത്ത കമ്മ്യൂണിസ്റ്റുകാർ വന്നിട്ടുണ്ട്, അല്ലാത്തവരും വന്നിട്ടുണ്ട്. ഒരു സ്വാമിജി വന്നു. സ്വാമിജി പ്രസംഗിക്കുമ്പോ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറ്റി പറഞ്ഞു, അദ്ദേഹത്തിന് തലക്ക് വെളിവില്ല. നമ്മൾ അന്നേരം ഒന്നും ചെയ്തില്ല. കാരണം എന്താ വെച്ചാൽ അതിനുകൊണ്ട് ഇസ്ലാമിക ശരീരത്തിലെ നിയമം. ഒരാൾ പ്രസംഗിക്കപ്പെട്ടവർ പറയാൻ പാടില്ല. നിങ്ങൾ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരിക്കുമ്പോ ഒരു അറബി ഒരു പള്ളിയിൽ നിന്നിട്ട് മൂത്രവെച്ച്. പഠിച്ചോനെ, സഹാബികൾ അയാളെ പിടിച്ചു വലിക്കാൻ പോയി. റസൂലുള്ളാഹി അനക്കാണ്ടാണ് മൂത്രവെക്കുന്നവരെ കാത്തുനിന്ന്. പടച്ചോൻ കാത്തു കേട്ടോ. ഇപ്പഴത്തെ ക്ലിപ്പിക്കിന്റെ കാലാണെങ്കിൽ അത് ക്ലിപ്പ് ചെയ്തിട്ട് റസൂലുള്ളാഹി പള്ളിയിൽ മൂത്രവിക്കാൻ വേണ്ടിയില്ലാന്ന് വിവരമില്ലാത്തവരൊക്കെ പോയി. അല്ലാഹുവിന്റെ റസൂൽ വിവരം ഉള്ളതുകൊണ്ടാണ് ഉണ്ടായിരുന്നത്. മൂത്രവെച്ച് കഴിഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അവിടെ കൈ വൃത്തിയാണ്. കാരണം പള്ളിയിൽ നിന്ന് മൂത്രവെക്കുമ്പോ അങ്ങോട്ടും കൊണ്ട് രണ്ടാളും കൂടി പിടിച്ചു വെച്ചാൽ പള്ളി ഒട്ടാകെ മൂത്രാവൂലേ? ബുദ്ധിമാനായ നേതാവല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി. ഈ മൂത്രവെക്കുന്ന സ്ഥലത്ത് മാത്രമേ ആവുള്ളൂ. അങ്ങനെ അത് കഴുകി വൃത്തിയാക്കി. എന്നിട്ട് അയാളെ സ്വകാര്യം വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ചെയ്യരുത് കേട്ടോ, പള്ളി മൂത്രവെക്കാനുള്ള അല്ലാതെ പറഞ്ഞു. ഇതാണ് ഇസ്ലാം. മനസ്സിലായില്ലേ? അതൊക്കെ പക്വത വേണം. ആ പക്വത അനുസരിച്ച് അയാളെ പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോ മഹാനായ കാന്തപുരസ്താദ് പുഞ്ചിരിച്ചുകൊണ്ട് ആ സ്വാമിജീനെ കൊണ്ട് വിളിച്ചു. ഞാൻ സംസാരിച്ചപ്പോ പ്രധാനമന്ത്രിയെ പറ്റി അങ്ങനെ പറയണ്ടായിരുന്നു. അപ്പൊ അയാള് അത് ഞാൻ തിരുത്തണോ ചോദിച്ചു. തിരിച്ചാൽ നല്ലതാണ്, നിർബന്ധമൊന്നുമില്ല, തിരിച്ചാൽ നല്ലതാണ്. അയാളെ നാവുകൊണ്ട് പറഞ്ഞിട്ട് നമുക്കെന്താ, തിരിച്ചാൽ നല്ലതാണ്. അദ്ദേഹം ആ സ്റ്റേജിൽ വെച്ചത് തിരിച്ചു. ഈ സ്റ്റേജിനോടും ഈ സദസ്സിനോടും യോജിക്കാത്തതുകൊണ്ട് ഇവിടെ ഞാനൊന്ന് പിൻവലിച്ചു എന്ന് തന്നെയാണ്. പഠിച്ചോനെ, പിന്നെ കോഴിക്കോട്ട് വേറൊരു സമ്മേളനം. ആ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ? അത് തിരിച്ചത് തെറ്റായിപ്പോയി. നിങ്ങളൊന്ന് ആലോചിച്ചു. അല്ലാഹു തആല നല്ല മനസ്സ് കൊടുക്കട്ടെ. ഞാൻ ആരെയും ആക്ഷേപിക്കാൻ പറയില്ല, ചിന്തിക്കാൻ പറയാം. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി, നമ്മൾ ദീൻ എവിടെ നിന്ന് പഠിക്കണം? റസൂലുള്ളാഹിന്റെ അടുത്ത് പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരിക്കുമ്പോ കുറെ യഹൂദികൾ വന്നു, ജൂതന്മാർ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്താ പറഞ്ഞു? അസ്സലാമു അലൈക്കും, അസ്സലാമു അല്ല, അസ്സലാമു അലൈക്കും. എന്റെ അർത്ഥം അറിയോ? മരണം നിനക്കുണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും. നബി തങ്ങൾക്ക് ചൂടായിട്ടൊന്നുമില്ല. നബി തങ്ങൾ വളരെ കൂളായിട്ട് വലൈക്കും, എന്റെ നേരർത്ഥം നിങ്ങൾക്കോ. വേറൊന്നും പറഞ്ഞില്ല. നബി തങ്ങളുടെ മുഖം തടിച്ചില്ല, കണ്ണു ചോന്നില്ല, ചൂടായില്ല, വളരെ കൂളായിട്ട് വലൈക്കും.
ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ സമീപത്തുണ്ട്. ആയിഷ ബീവി കണ്ട് ചൂടായി. റസൂലുള്ളാഹിനോട് മരിച്ചോട്ടെ എന്നാ ചൂടാതിരിക്കും. ആയിഷ ബീവി ചൂടായിട്ട് വഅലൈക്കും അസ്സലാമു വല്ലഅനാത്ത്, നിങ്ങൾ മരിച്ചു പോട്ടെ ലഅനത്തുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹ്ലൻ യാ ആയിഷ, മഹ്ലൻ യാ ആയിഷ, അങ്ങനെ വേണ്ട ആയിഷ. നമ്മുടെ സ്വാമിജിയോട് പറഞ്ഞ് അതിൽ പഠിച്ചതാ. കാന്തപുര സ്വാമിജിയോട് പറഞ്ഞു അങ്ങനെ വേണ്ട, അത് റസൂലുള്ളാഹിന്റെ പഠിച്ചതാ. മഹ്ലൻ യാ ആയിഷ, അങ്ങനെ വേണ്ട ആയിഷ. അലൈകി ബിദ്ദിഫ്ഖി ഫിൽ അംരി കുല്ലിഹി, സർവ വിഷയത്തിലും ലോലമായ ശൈലി, വളരെ മൃദുലമായ ശൈലി, പ്രകോപന ശൈലി വേണ്ട ആയിഷ എന്ന് പറയാണ്. ഒരിക്കലും പ്രകോപന ശൈലി, മോശമായ ശൈലി ഉണ്ടാകരുത്. ആയിഷ ബീവിയെ തിരുത്തുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പഠിച്ച പണ്ഡിതന്മാർക്ക് സ്വാമിജിയെ തിരുത്തിക്കൂടെ? പ്രകോപനം ഉണ്ടാക്കാൻ പാടില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം തലക്ക് വെളിവില്ലാത്ത ആളാണ്. മുസ്ലിം പണ്ഡിതന്മാരെ സ്റ്റേജിൽ വെച്ച് പ്രസംഗിച്ചാൽ നാളെ ഇസ്ലാമിലേക്ക് വരേണ്ട ഒരു അമുസ്ലിം സഹോദരൻ ചിന്തിക്കൂലേ, ഇതല്ലേ ഇസ്ലാമിന്റെ സംസ്കാരം, പണ്ഡിതന്മാരുടെ സംസ്കാരം ചിന്തിക്കൂലേ? അത് ഇല്ലാതിരിക്കാനാണ് തിരുത്തിയത്. പക്ഷെ തിരുത്തിയത് മോശമായി പോയി എന്ന് പറയാൻ ഒരു സമ്മേളനം കഴിച്ചൊരു കൂട്ടർ, അല്ലാഹു തആല അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. ഓ സുഹൃത്തുക്കളെ, നരേന്ദ്രമോദിയല്ല, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു വലിയ ഭരണാധികാരിയുണ്ട്. അറിയാമോ നിങ്ങൾക്ക്? ഫറോവ ചക്രവർത്തി ഫിർഔൻ. ആ ഫിർഔന്റെ സമീപത്ത് രണ്ട് പ്രബോധകന്മാരായ അമ്പിയാക്കളെ അല്ലാഹു പറഞ്ഞേക്കുന്നു. കലീമുല്ലാഹി മൂസ, നബിയുല്ലാഹി ഹാറൂൻ അലൈഹിസ്സലാം. സിറാജുൽ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച്, സിൽവർ ജൂബിലി തന്നെ 25ാം വാർഷികമാണ്. 25ന് ഒരു പ്രത്യേകത ഉണ്ട്. 300-ലധികം മുർസലീങ്ങൾ അള്ളാഹ് പറഞ്ഞിട്ട് 25 ആളെ പേരെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 25ന് പ്രത്യേകത ഉണ്ടല്ലോ. ആ 25 മുർസലീങ്ങളുടെയും ചരിത്രം എഴുതാൻ വേണ്ടി ദഅവാ കോളേജിലെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. സിറാജുൽ സിൽവർ ജൂബിലിക്ക് 25 മുർസലീങ്ങളുടെ ചരിത്രം സമുദായത്തിന് സമർപ്പിക്കണം. അതിന് കുട്ടികളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സിറാജുൽ പലരും കണ്ടിട്ടില്ല. സിറാജുൽ നമ്മുടെ സാഫിയാജി സിറാജുൽ വന്നിട്ടുണ്ട്, നേരത്തെ ഇവിടെ സ്റ്റേജിമക്കാരിയ കുഞ്ഞമ്മാജി വന്നിട്ടുണ്ട്. പക്ഷെ അവരൊന്നും സിറാജുൽ കണ്ടിട്ടില്ല. സിറാജുൽ ഹുദയുടെ 25% മാത്രമേ കുറ്റിയാടിയിലുള്ളൂ. ബാക്കിയൊക്കെ വേറെ ഓരോ സ്ഥലത്താണ്. 25% പലരും കണ്ടിട്ടില്ല. 25% കണ്ടിട്ടില്ല. ഒരു കുറഞ്ഞ ശതമാനം, ഒരു 5 മിനിറ്റോട് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ഫിറോവിന്റെ സംഭവം പറയാ. ഫിറോവിൻ ആരാന്നറിയ നിങ്ങൾ? ബഹുദൈവ വിശ്വാസിയല്ല, പിന്നെ ഞാൻ ദൈവം എന്ന് വാദിക്കുന്ന ആളാണ് ഫിറോൻ. ആ ഫിറോൻ എന്തൊരു അക്രമിയാണ്. ചെറിയ കുട്ടികളെ പ്രസവിക്കപ്പെട്ടാൽ ആ ചെറിയ പിഞ്ചു മക്കളെ അരിഞ്ഞരിഞ്ഞു കൊന്നുകളയുന്ന തീവ്രവാദി. ആ ഫറോവ ചക്രവർത്തിയുടെ സമീപത്തേക്ക് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ പറഞ്ഞേക്കുന്നു, ഹാറൂൻ നബിയെ പറഞ്ഞേക്കുന്നു. അല്ലാഹ് ഖുർആനിൽ അല്ലാഹ് പറയുന്നു, ഖുലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. മൂസാ നബിയെ, ഫിർഔനെ പ്രകോപിപ്പിക്കുന്ന ഒരു വാക്കും സംസാരിക്കരുത് നിങ്ങൾ. പിന്നെ എന്ത് സംസാരിക്കണം? ഫിർഔനെ പ്രകോപിപ്പിക്കുന്ന ഒരു വാക്കും പറയരുത്. ഖുലാ ലഹു ഖൗലൻ ലയ്യിനൻ, നിങ്ങൾ ലോലമായ മൃദുലമായ നല്ല സംസാരം മാത്രം നിങ്ങൾ സംസാരിക്കണം ഫിറഔനോട്. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ഫിറഔനും ഇസ്ലാമിലേക്ക് വരണം, അവനും നന്നാകണം എന്ന ചിന്തയിലാകണം നിങ്ങളെ സംസാരം. നിങ്ങൾ ഒരിക്കലും പ്രകോപന ശൈലി ഉപയോഗിക്കരുതേ മൂസാ നബിയെ, ഹാറൂൻ നബിയെ. പിഞ്ചുമക്കളെ അരിഞ്ഞരിഞ്ഞു കൊന്ന ഫിർഔനിന്റെ മുമ്പിലും പ്രകോപനത്തിന്റെ വാക്ക് പറയരുതെന്ന് പഠിപ്പിച്ച ഖുർആൻ മുറുകെ പിടിക്കുന്ന പണ്ഡിതന്മാർക്കും സംഘടനക്കും, സുഹൃത്തുക്കളെ, ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പ്രകോപിപ്പിക്കുന്ന വാക്കിന് അംഗീകാരം കൊടുക്കാൻ പറ്റുമോ? നിഷ്പക്ഷമായി നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കണം മുസ്ലിമീങ്ങൾ. ഇസ്ലാം അത് പ്രകോപനത്തിന്റെ മതമല്ല, തീവ്രവാദമല്ല, ഭീകരവാദമല്ല. ഇസ്ലാമിന്റെ സൗന്ദര്യം കാണിച്ചു കൊടുക്കാൻ ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകണ്ടേ? വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആ ഒരു ബേച്ചായി പ്രവർത്തിക്കാനുള്ളതാണ് നമ്മുടെ SSF, SYS, മുസ്ലിം ജമാഅത്ത്, നമ്മുടെ മുഴുവൻ